മസൂദ് അസർ വലിയ ഭീകരനാണ്, കൊടും ഭീകരൻ. ഇന്ത്യക്കെതിരായിട്ട് എല്ലാ കാലത്തും നിലപാടെടുത്ത ആളാണ് അയാൾ. ഇപ്പോൾ പുതിയ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തകർന്ന ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങളെല്ലാം പുനർനിർമ്മിക്കാനായി 390 കോടി രൂപയുടെ ആവശ്യമുണ്ടെന്നും അതിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഗാസയിലേക്കുള്ള സഹായം എന്ന പേരിലാണ് ഈ ഡിജിറ്റൽ വാലറ്റുകൾ വഴി ധനസമാഹരണം നടത്തുന്നത്. വലിയ അപകടമാണ് ഈ പറയുന്ന ഇവരുടെ ഈ നീക്കത്തിലൂടെ നടക്കാനിരിക്കുന്നതെന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഇതൊരു വലിയ ഭീഷണി ആവില്ലേ മുമ്പോട്ട് പോകുമ്പോൾ? ഇപ്പോൾ ഇന്ത്യക്കുള്ള ഒരു വലിയ ഭീഷണി അതായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ മാത്രമല്ല, നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികളെല്ലാം മെയിനായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പേരിലാണ്, അതിൻ്റെ മുകളിലാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യ ഗവൺമെൻറ് നോക്കുന്ന സാധനം ഇന്ത്യയിൽ നിന്ന് ഇതിലേക്ക് പേയ്മെൻറ്റ് പോകുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഡിജിറ്റൽ വാലറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ വാലറ്റുകളുടെയും ഈ അക്കൗണ്ട് ഒരു അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. കാരണം ഈ ഒരു വാലറ്റിൽ നിന്ന് വേറൊരു വാലറ്റിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് അക്കൗണ്ടിലേക്ക് പോകുന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഒരു കണ്ടെത്തിയിരിക്കുന്ന സംഗതി എന്ന് പറയുന്നതിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ജെയ്ഷെ മുഹമ്മദിൻ്റെ മസൂദ് അസറിൻ്റെ മകൻ്റെ അക്കൗണ്ടിലേക്കും മറ്റ് ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്കുമാണ് ഈ ക്യാഷ് ഇപ്പോൾ ചെന്നുകൊണ്ടിരിക്കുന്ന സാധനം. പക്ഷേ എന്നാൽ പോലും ഇത് കണ്ടുപിടിക്കുക വലിയ പ്രയാസമാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. കാരണം ഡിജിറ്റൽ വാലറ്റ് ടു വാലറ്റ് ട്രാൻസ്ഫർ അത് എങ്ങോട്ട് പോകുന്നുള്ളത് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവരകത്ത് കടന്നിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഗാസയിലെ സംഗതി, ഗാസ എന്ന് പറയുന്നത് ഗാസയുടെ പേരിൽ നല്ല പിരിവുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. കാര്യം ഗാസയിൽ ഇപ്പം പട്ടിണി വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ അത് ഗാസയിലെ പട്ടിണി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗാസയുടെ പേരിൽ പല ഏജൻസികളും പല രാജ്യങ്ങളിലും പല സ്ഥലത്തും ഈ പട്ടിണിയെ മുൻനിർത്തി പിരിവ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറവിൽ തന്നെയാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഈ ഫണ്ട് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാധനം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യക്കൊരു വലിയ ഭീഷണിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 390 കോടി റുപ്യയാണ് അല്ലേ കളക്ട് ചെയ്തെന്ന് പറയുന്ന സാധനം. ഇപ്പോൾ 390 കോടി റുപ്യയുടെ സംഗതികളൊന്നും ഇന്ത്യ ഗവൺമെൻറ് നശിപ്പിച്ചിട്ടുമില്ല അല്ലേ. നമ്മൾ അന്ന് കണ്ട അവിടുത്തെ മെയിൻ ഈ പള്ളിയാണെങ്കിലും പള്ളിയുടെ ചേർന്നുള്ള കെട്ടിടങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 390 കോടി റുപ്യയുടെ നഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ 390 കോടി റുപ്യ ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ നിലവിലുള്ള അവസ്ഥയിൽ അതിൻ്റെ ഇരട്ടി ഒരുപക്ഷെ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അവിടെ ഫണ്ട് ലഭ്യമാവുകയാണെങ്കിൽ അത് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട അതല്ലെങ്കിൽ കൂടുതൽ ആസൂത്രിതമായ രീതിയിലായിരിക്കും പാകിസ്ഥാൻ ആർമിയുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാർ എന്ന് പറയുന്നത് അവിടുത്തെ പാകിസ്ഥാൻ പട്ടാളമാണ്, അല്ലാതെ അവിടുത്തെ ജനാധിപത്യ ഗവൺമെൻറ് ഒന്നുമില്ല. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ സഹായത്തോടെ ഇതിപ്പോൾ നമുക്ക് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ പുതിയ സംവിധാനങ്ങൾ വരാൻ പോകുന്നത് അത് ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. ഈ പറഞ്ഞതുപോലെ ഈ ടെക്നോളജിക്കൽ വാർ എന്നുള്ള സംഗതി. അപ്പോൾ അത്തരം സംഗതികളിലേക്കൂടെ കിടക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കാം. കാര്യം ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനകത്ത് കിട്ടും. ടെക്നോളജിക്കലി എഫിഷ്യൻ്റായിട്ടും പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരൊക്കെ കിട്ടാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഒരു സാന്നിധ്യം കൂടെ വരാൻ പോവുകയാണ്. ഇതിപ്പോൾ അമേരിക്കയുടെ അറിവോടുകൂടി തന്നെ ഇനിയിപ്പം പിന്നെ പാകിസ്ഥാനിൽ ഏത് ഭീകരവിരുദ്ധ സംഘടനകൾക്കും പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഇപ്പോൾ ഇന്നിപ്പം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സംഗതി പാകിസ്ഥാന് $400 മില്യൺ ഇപ്പം IMF ആണോ വേൾഡ് ബാങ്ക് ആണോ കൊടുത്തിരിക്കുന്നത്, IMF കൊടുത്തിരിക്കുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ ആൻഡ് ഗോൾഡ് ഇതിൻ്റെ മൈനിങ് നടത്താൻ വേണ്ടിയിട്ടാണ്. $400 മില്യൺ. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിലാണ്. അങ്ങോട്ട് ചെല്ലരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ബലൂചിസ്ഥാനിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസത്തേക്ക് മുമ്പ് അവിടെ ഭീകരമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബലൂചിസ്ഥാനിലേക്ക് അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സാന്നിധ്യം ഇല്ലാതെ പറ്റത്തില്ല. അമേരിക്കയുടെ മിലിറ്ററി സാന്നിധ്യം തന്നെ നേരിട്ടോ അല്ലാതെയോ നേരിട്ട് തന്നെ കൊടുക്കാൻ സാധ്യതയുണ്ടോ. കാര്യം അവർ സംയുക്തമായിട്ടാണ് അവിടുത്തെ ഈ റെയർ എർത്ത്സ് മൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല അവിടെ എണ്ണയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എണ്ണ അതിനു വേണ്ടിയൊന്നുമില്ല, റെയർ എർത്ത്സ് തന്നെയാണ് അമേരിക്കയുടെ താല്പര്യം. കാരണം എന്ന് വെച്ചാൽ ഈ ചിപ്പ് മേക്കിങ്ങിന് വേണ്ട സംഗതി ഇപ്പോൾ അതിൻ്റെ 90% എക്സ്പോർട്ട് നടത്തുന്നത് ചൈനയാണ്, ചൈനയുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ഈ യുക്രൈനിൽ പോയിട്ട് കച്ചവടം നടത്തിയിരിക്കുന്നത് ട്രംപ്. അപ്പോൾ അതിനേക്കാൾ ഗംഭീരമായ ഡെപ്പോസിറ്റുകളാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇത്തരം റെയർ എർത്ത്സിൻ്റെ ഏറ്റവും വലിയ ഖനിയാണത്. അപ്പോൾ അവിടെ വരിക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട്
പിന്നെ ഈ പാകിസ്ഥാൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ മിലിറ്ററി അവിടെ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ തങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ശക്തമായ ഭീഷണി ഉയർത്താം എന്നുള്ളൊരു പാകിസ്ഥാനിലുള്ള വ്യാമോഹം. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ആ ഒരു യുദ്ധത്തിൻ്റെ അതല്ലെങ്കിൽ അവിടുത്തെ ഈ റെയറസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഈ പുതിയ ജിയോ പൊളിറ്റിക്സിനെയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ $400 മില്യൺ ഇപ്പം IMF അനുവദിച്ചിരിക്കുന്നത്. കാര്യം അമേരിക്കയുടെ ഒരു ഗ്രീൻ സിഗ്നലില്ലാതെ IMF ഇത്രയും കൊടുക്കില്ല സാർ. മാത്രമല്ല ഒരു 2-3 മാസം മുമ്പാണ് $40 ബില്യൺ പിന്നെ വേൾഡ് ബാങ്ക് കൊടുത്തിരിക്കുന്നത് സാർ. ഇതൊക്കെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് വരുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള ഈ ഭീകര സംഘടനകൾ നമുക്കുണ്ടാക്കാൻ പോകുന്ന അതിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത്. നമ്മൾ പാകിസ്ഥാൻ്റെയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും ഒക്കെ തന്ത്രങ്ങൾ, ഉദാഹരണത്തിന് പഹൽഗാം ആക്രമണത്തിലേക്ക് നമ്മൾ പിന്നിലേക്ക് പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആക്രമണം ആസൂത്രണം ചെയ്തതിൻ്റെ പിന്നിൽ നമുക്ക് അമേരിക്കയുടെ കയ്യിൽ കാണാൻ പറ്റും. കാര്യം അസിം മുനീർ ഒരു പ്രഖ്യാപനം നടത്തി, പിന്നെ പാകിസ്ഥാൻ്റെ ജഗുലാർ വെയിനാണ് കാശ്മീർ എന്നുള്ളത് അല്ലേ. എന്നിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 ജനവിഭാഗമാണ്, ഒരു വ്യത്യസ്തരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവന നടത്തി. അതിൻ്റെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പഹൽഗാം ആക്രമണം വന്നത്. ആ പഹൽഗാം ആക്രമണം വന്നു. അത് കഴിഞ്ഞിട്ട് ട്രംപും ഇവർ തമ്മിൽ ഡീലുണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഡീലുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപിൻ്റെ മകനും അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ മകനും പങ്കാളിത്തമുള്ള ലിബർട്ടി കമ്പനി, ക്രിപ്റ്റോ കറൻസിയുടെ ആ കമ്പനിയും പാകിസ്ഥാനും തമ്മിൽ കരാറുണ്ടാക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് താനാണ് ഇടപെട്ട് നിർത്തിയതെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. അതിന് പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ തലവൻ മറ്റൊരു രാജ്യത്തിൻ്റെ മിലിറ്ററി മേധാവി വിളിച്ച് സ്വീകരണം കൊടുക്കത്തില്ല. അൺപ്രസിഡന്റഡ് ആണ് സാധനം അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ ശക്തമായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, അമേരിക്കയുടെ പ്രസിഡന്റ് പാകിസ്ഥാനിലെ പട്ടാള മേധാവിയെ വിളിച്ചിട്ട് ലഞ്ച് കൊടുക്കുന്ന അവസ്ഥ വരുന്നു. അതിനുശേഷം ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് മറ്റേ പിന്നെ ഈസ്റ്റ് ഏഷ്യൻ്റെ ചുമതല ഉണ്ടായിരുന്ന കുരിയിൽ എന്ന് പറയുന്ന മേജർ ജനറൽ, അപ്പോൾ അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് ചടങ്ങിന് പങ്കെടുക്കാൻ പോയി നമ്മളുടെ അസിം മുനീർ. അവിടെ വെച്ചിട്ടാണ് പറയുന്നത് ഞങ്ങൾ ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ 50% ലോകത്തിനെ ഇല്ലാതായിക്കൊണ്ട് പോകും, ഇന്ത്യയെ പാഠം പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാധനം. ഇതെല്ലാം അമേരിക്കയിൽ വെച്ചിട്ടാണ്. ഇതെല്ലാം ഈ ഒരു ക്യാൻവാസിലാണ് നമ്മൾ കാണേണ്ട സാധനം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇതിനെയും നമ്മൾ കാണേണ്ട സാധനം. ഇത് പാകിസ്ഥാൻ്റെ അറിവോടുകൂടിയും പാകിസ്ഥാൻ പട്ടാള മേധാവി ആസിം മുനീറിൻ്റെ അനുഗ്രഹത്തോടു കൂടിയും എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഇത് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ $400 മില്യൺ കിട്ടിയതിൻ്റെ ഒരു അംശം ഇവരിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് എപ്പോഴും ഈ പറഞ്ഞതുപോലെ കൂടുതൽ പിന്നെ ഒരു ജാഗ്രത എന്ന് മാത്രമല്ല, നമ്മുടെ ബജറ്റ് തന്നെ വളരെ വർദ്ധിപ്പിക്കേണ്ടി വരും. നമുക്കിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ കിഴക്കൻ ബോർഡർ വലിയ പ്രശ്നമില്ലായിരുന്നു അല്ലേ. നമ്മുടെ ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാർ, അതെ, ബംഗ്ലാദേശിൽ നിന്ന് രാവിലെ ആൾക്കാർ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്നു, വൈകിട്ട് തിരിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് ബംഗ്ലാദേശ് ഏകദേശം ഒരു സൗഹൃദ രാജ്യമായിരുന്നു. ഇപ്പം നമുക്കതല്ല, ബംഗ്ലാദേശിൻ്റെ 4000 കിലോമീറ്റർ നീളത്തിൽ കിടക്കുകയാണ് നമ്മുടെ അവിടുത്തെ ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് വളരെ പ്രശ്നമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തൊക്കെ തന്നെയാണെങ്കിലും ചൈനയൊന്നും ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ബ്രഹ്മപുത്രയിൽ ഡാം വരുന്നു, ബംഗ്ലാദേശിൽ എയർബേസ് ചൈന ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ വെസ്റ്റേൺ ബോർഡർ പാകിസ്ഥാനിൽ ഇത് വരുന്നു. അപ്പോൾ അവിടെ പിന്നെ അമേരിക്കയുടെ സാന്നിധ്യം വരാൻ പോകുന്നു. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എവരുടെയൊക്കെ ഒരു കോടാലിയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ഇന്ത്യ ഡിസ്റ്റർബ് ചെയ്യുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം, അമേരിക്കയുടെ സിലിക്കോൺ വാലി ആണെങ്കിലും അവിടുത്തെ ഹോസ്പിറ്റൽസ് ആണെങ്കിലും എല്ലാം തന്നെ റൺ ചെയ്യുന്നതിൻ്റെ മുഖ്യമായ ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെയാണ് അല്ലേ. ഇപ്പം ഗൂഗിൾ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും IBM ആണെങ്കിലും എല്ലാം നയിക്കുന്നത് ഇന്ത്യൻസാണ്. അപ്പോൾ ഇന്ത്യൻ്റെ IT കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അപ്പോൾ ആ ഒരു IT കേപ്പബിലിറ്റിയും പിന്നെ ഇന്ത്യ ഇപ്പോൾ 4th എക്കോണമിയായി. ഇന്ത്യയുടെ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ഇന്ത്യയുടെ കുതിപ്പിനെ തടയുക എന്നുള്ളതും ഈ അമേരിക്കയുടെയും മറ്റും താല്പര്യങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരവസരമായിട്ടായിരിക്കും ഈ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിൻ്റെയും
അവരുടെയൊക്കെ സാന്നിധ്യങ്ങളെയും അവരുടെ സംവിധാനങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ പോവുക. അതാണ് ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയും. ആ ഭീഷണി നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാനും പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.